ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. 119 പേരെയാണ് നിലവിൽ കണ്ടെത്താനുള്ളത്. ക്യാമ്പുകളിൽ 97 കുടുംബങ്ങൾ തുടരുകയാണ്. ഇതുവരെ 630 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. തെരച്ചിലിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും ചുമതലയുണ്ടായിരുന്ന നോഡൽ ഓഫീസർ വിഷ്ണുരാജ് മടങ്ങിയിട്ട് ഒരാഴ്ചയായി. സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം ഒരുക്കിയിരിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണും പൂട്ടിയിട്ട് ആഴ്ചയൊന്നാകുന്നു. ദുരന്തമുഖത്ത് ഇപ്പോഴും ബാക്കിയുള്ള സേനാ വിഭാഗങ്ങൾക്ക് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം എത്തിക്കുന്നത്. 2 ദിവസം കൂടിയേ ഭക്ഷണം വേണ്ടിവരുമെന്നാണ് അവർക്ക് ലഭിച്ച അറിയിപ്പ്. എന്നാൽ NDRFന് റിലീവിംഗ് ഓർഡർ നൽകിയിട്ടുമില്ല. ലക്ഷദ്വീപിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി മധ്യ കിഴക്കൻ അറബിക്കടലിൽ കർണാടക ഗോവ തീരത്തിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 24ഓടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് 25-ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗവൺമെന്റിന് കൃത്യമായ നിലപാടുണ്ടെന്ന മന്ത്രി KN ബാലഗോപാൽ. ശക്തമായ നടപടിയുണ്ടാകും. സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ട്. നിയമ നടപടികൾ സ്വീകരിക്കാൻ തടസ്സമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ട് സർക്കാർ പിടിച്ചുവെച്ചതല്ല. പുറത്തുവിടുന്നതിന് നിയമപരമായ തടസ്സങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ സമയത്ത് അത് പുറത്തുവിട്ടു. പ്രതിപക്ഷം കണ്ണടച്ച് രാഷ്ട്രീയമായി എതിർക്കുകയാണ്. വസ്തുതാപരമായി പറയുന്നതാണ് അവരുടെ വിശ്വാസ്യതയ്ക്കും നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു. KSRTC ജീവനക്കാർക്ക് പെൻഷൻ നൽകാത്തതിന്റെ പേരിൽ സർക്കാർ നേരിട്ടത് 2 വർഷത്തിനിടെ 15 കോടതി അലക്ഷ്യ നടപടികൾ. പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ 4 പേരാണ് ഇതിനകം ആത്മഹത്യ ചെയ്തത്. സഹകരണ ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണത്തിൽ സർക്കാർ പലിശ ഇനത്തിൽ മാത്രം ചെലവഴിച്ചത് 300 കോടിയോളം രൂപയാണ്. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. കൊലപാതകവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ വാദം കേൾക്കവെയാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ PB പർദിവാല, മനോജ് മിശ്ര എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റെ വിമർശനം. കൊലപാതകത്തെ അസ്വാഭാവിക മരണമായി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാൻ വൈകിയതിനെ കോടതി വിമർശിച്ചു. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് സമരം ചെയ്യുന്ന എല്ലാ ഡോക്ടർമാരും അടിയന്തരമായി ജോലിക്ക് കയറണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ദേശീയ കർമ്മസമിതി റിപ്പോർട്ട് വരും വരെ ഡോക്ടർമാർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. പ്രതിഷേധിച്ചവർക്കെതിരെ നിർബന്ധിത നടപടി എടുക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. തമിഴക വെട്രിക്കഴകം രാഷ്ട്രീയ പാർട്ടിയുടെ പതാക അവതരിപ്പിച്ച തമിഴ് സൂപ്പർ താരം വിജയ്. ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പതാകയാണ് വിജയ് തന്റെ പാർട്ടിക്കായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ചെന്നൈയിൽ വിജയ് പതാക അവതരിപ്പിച്ചത്. ജനാധിപത്യം, മതേതരത്വം, സാമൂഹ്യനീതി എന്നിവയിൽ ഉറച്ചു നിൽക്കുമെന്നും ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുണ്ടെന്നും വിജയ് വ്യക്തമാക്കി. മതസൗഹാർദ്ദത്തിനും ഐക്യത്തിനും സമത്വത്തിനുമായി തമിഴക വെട്രിക്കഴകം നിലകൊള്ളും. തമിഴ് ഭാഷയ്ക്കായി ജീവൻ ബലി നൽകിയവരുടെ പോരാട്ടം തുടരുമെന്നും വിജയ് പറഞ്ഞു. പാർട്ടി രൂപീകരിച്ച ശേഷം ആദ്യ രാഷ്ട്രീയ ചടങ്ങിലാണ് പതാക പുറത്തിറക്കിയത്. ആന്ധ്രാപ്രദേശിലെ അച്യുതപുരം പ്രത്യേക സാമ്പത്തിക മേഖലയിലെ ഫാർമ യൂണിറ്റിലെ റിയാക്ടറിലുണ്ടായ സ്ഫോടനത്തിലെ മരണസംഖ്യ 17ആയി. സ്ഫോടനത്തിൽ 17 പേർ മരിക്കുകയും 35 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് രാസദ്രാവക പ്രവർത്തനത്തിന്റെ ചോർച്ചയാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞതായി അധികൃതർ അറിയിച്ചു. അകലം പാലിക്കുക എന്ന നൂറ്റാണ്ടുകളായുള്ള ഇന്ത്യയുടെ നയത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ രാജ്യങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുക എന്നതാണ് ഇന്നത്തെ ഇന്ത്യയുടെ നയമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒളിമ്പിക്സിലെ 2ാം മെഡലിന്റെ തിളക്കത്തിൽ ഇന്ത്യൻ സൂപ്പർ താരം നീരജ് ചോപ്ര വീണ്ടും മത്സരക്കളത്തിലേക്ക്. സ്വിറ്റ്സർലൻഡിലെ ലുസൈനിൽ ഇന്ന് നടക്കുന്ന ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ വിജയ പ്രതീക്ഷകളുടെ ഭാരം പേറുന്ന ജാവലിനുമായി നീരജ് ഇറങ്ങും. പാരീസ് ഒളിമ്പിക്സിലെ വെള്ളി മെഡൽ നേട്ടത്തിന് ശേഷമുള്ള നീരജ് ചോപ്രയുടെ ആദ്യ മത്സരമാണിത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12-നാണ് പുരുഷ ജാവലിൻ ത്രോ മത്സരം. 24 മണിക്കൂറിനുള്ളിൽ സിൽവർ, ഗോൾഡൻ ബട്ടണുകൾ സ്വന്തമാക്കി റെക്കോർഡിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ UR ക്രിസ്ത്യാനോ എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കിയ റൊണാൾഡോ യൂട്യൂബിന്റെ ചരിത്രത്തിൽ തന്നെ അതിവേഗം ഈ നേട്ടം സ്വന്തമാക്കുന്ന വ്യക്തിയായിരിക്കുന്നു. ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ തന്നെ 1 കോടി സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കിയ റൊണാൾഡോ ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ യൂട്യൂബറുമായി.